ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ഒരു വർഷക്കാലമായി നമ്മളൊക്കെ കാത്തിരിക്കുന്ന ആ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി കഷ്ടിച്ച ഒരു ദിവസം മാത്രമാണ് ബാക്കി. ഏപ്രിൽ 26-നാണ് ആ ബ്രഹ്മാണ്ഡ ചിത്രം നമ്മുടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മാർവലിൻ്റെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. ഈ ചിത്രത്തിൻ്റെ ഏപ്രിൽ 26-ലേക്കുള്ള ടിക്കറ്റുകളൊക്കെ അഡ്വാൻസ് ആയി തന്നെ വിറ്റഴിഞ്ഞ അവസ്ഥയാണ് കേരളത്തിലെ തിയേറ്ററുകളിലൊക്കെ നമ്മൾ കാണുന്നത്. ശരിക്കും ഒരു സൂപ്പർ താര ചിത്രത്തിന് മലയാളം സിനിമയ്ക്ക് ഇവിടെ ലഭിക്കുന്നതിന് തുല്യമായ സ്വീകരണമാണ്, ഒരുപക്ഷെ അതിനെപ്പോലും അതിശയിപ്പിക്കും വിധമായിട്ടുള്ള സ്വീകരണമാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് കേരളത്തിലുടനീളം ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രീ റിവ്യൂ ആണ്, ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് MCUവിൻ്റെ 22ാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എന്ന ചിത്രത്തിൻ്റെ തുടർച്ചയായി വരുന്ന നെക്സ്റ്റ് പാർട്ടാണ് അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. ഇത് മാർവൽ അവഞ്ചേഴ്സ് സിനിമകളിലെ 4ാമത്തെ ചിത്രമാണ്. അതായത് 2012 ഇറങ്ങിയ ദി അവഞ്ചേഴ്സ്, 2015 ഇറങ്ങിയ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ, 2018 ഇറങ്ങിയ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ. ഈ ചിത്രങ്ങളുടെ സീക്വലായി വരുന്ന ചിത്രമാണ് ഇപ്പോൾ 2019 ഇറങ്ങാൻ പോകുന്ന അവഞ്ചേഴ്സ് എൻഡ് ഗെയിം. ഇനി എന്താണ് അവഞ്ചേഴ്സ്? അവഞ്ചേഴ്സ് എന്നത് പ്രശസ്തമായ മാർവൽ കോമിക്കുകളിലെ സൂപ്പർ ഹീറോ ടീമാണ്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം സംവിധാനം ചെയ്തിരിക്കുന്നത് റൂസോ ബ്രദേഴ്സാണ്. റൂസോ ബ്രദേഴ്സ് എന്നാൽ ആന്റണി റൂസോയും ജോ റൂസോയും. ഇവ തന്നെയാണ് 2018 ഇറങ്ങിയ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എന്ന ചിത്രവും സംവിധാനം ചെയ്തിരിക്കുന്നത്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനം തന്നെ കാഴ്ചവെച്ച ചിത്രമായിരുന്നു. ലോകമെമ്പാടും പ്രേക്ഷകർ സ്വീകരിച്ച ചിത്രം. $2 ബില്യൺ കളക്ട് ചെയ്യാൻ സാധിച്ച ഒരേ ഒരു സൂപ്പർ ഹീറോ സിനിമ എന്ന വിശേഷണവും അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ സ്വന്തമാക്കി. മാത്രമല്ല അക്കാദമി പുരസ്കാരം ഉൾപ്പെടെയുള്ള അവാർഡുകളും ഈ ചിത്രത്തെ തേടിയെത്തി. മനുഷ്യൻ ഇന്ന് വരെ ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും അധികം കളക്ട് ചെയ്ത ചിത്രങ്ങളുടെ പട്ടികയിൽ 4ാം സ്ഥാനത്തെത്താനും അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന് സാധിച്ചു. അവഞ്ചേഴ്സിൻ്റെ നിലവിലുള്ള കളക്ഷൻ റെക്കോർഡുകളെയൊക്കെ തകർത്ത് മുന്നേറാൻ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന ഏപ്രിൽ 26-ന് ഇറങ്ങാൻ പോകുന്ന അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് സാധിക്കുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ലോകത്തിറങ്ങിയ സിനിമകളിൽ ഏറ്റവും അധികം വിജയമായി മാറിയ, ഏറ്റവും വലിയ കളക്ഷൻ നേടിയ ചിത്രം എന്ന് പറയുന്നത് നിലവിൽ ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത ആവ്താറാണ്. ആവ്താറിൻ്റെ കളക്ഷൻ റെക്കോർഡിനെയും തകർത്ത് മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും മികച്ച വിജയ ചിത്രം എന്ന ഖ്യാതി നേടാൻ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് സാധിക്കുമെന്നാണ് മാർവൽ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ പ്രതീക്ഷിക്കുന്നത്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം കാണാൻ പോകുന്നവർ 2018 ഇറങ്ങിയ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ എന്ന ചിത്രം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ആ പടം ഒന്നെടുത്ത് കണ്ടതിന് ശേഷം എൻഡ് ഗെയിം കാണാൻ പോകുന്നതായിരിക്കും നല്ലത്. സൂപ്പർ വില്ലനായ താനോസ് കരസ്ഥമാക്കുന്ന ഇൻഫിനിറ്റി സ്റ്റോണുകളെ പറ്റിയൊക്കെ അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാർ കണ്ടിട്ടുള്ളവർക്കറിയാം. സ്പേസ്, റിയാലിറ്റി, പവർ, സോൾ, മൈൻഡ് ആൻഡ് ടൈം, ഇത്രയാണ് ഈ 6 ഇൻഫിനിറ്റി സ്റ്റോണുകൾ. ഇതിൽ സ്പേസിന് നീലക്കല്ലും, റിയാലിറ്റിക്ക് ചുവന്ന കല്ലും, പവറിന് പർപ്പിൾ കല്ലും, സോളിന് ഓറഞ്ച് കല്ലും, മൈൻഡിന് മഞ്ഞക്കല്ലും, ടൈമിന് പച്ചക്കല്ലുമാണ് ഉള്ളത്. ഇൻഫിനിറ്റി വാറിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നതും നമ്മൾ കാണുന്നു. ഹൈംഡോൾ, ലോക്കി, എബനിമോ, വിഷൻ തുടങ്ങിയവരൊക്കെ ഇല്ലാതായി. തൻ്റെ ഗ്ലൗവിലെ കള്ളികളിലേക്ക് ഇൻഫിനിറ്റി സ്റ്റോണുകൾ സ്ഥാപിച്ചതോടെ സൂപ്പർ വില്ലനായ താനോസിന് ഈ പ്രപഞ്ചത്തിൻ്റെ പകുതിയോളം തന്നെ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള പവറും കിട്ടി. വാസ്പ്, ബ്ലാക്ക് പാന്തർ, സ്പൈഡർമാൻ, സ്കാർലെറ്റ് വിച്ച് തുടങ്ങിയ സൂപ്പർ ഹീറോസും ഇല്ലാതായി. അയൺമാൻ, നെബുല, ക്യാപ്റ്റൻ അമേരിക്ക, ബ്ലാക്ക് വിഡോ, തോർ, ആൻഡ്മാൻ, ക്യാപ്റ്റൻ മാർവൽ തുടങ്ങിയവരൊക്കെയാണ് ഇനി അവശേഷിക്കുന്നത്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം സൂപ്പർ വില്ലനായ താനോസിൻ്റെ എൻഡ് ആയിരിക്കുമെന്ന് വിശ്വസിക്കാനാണ് നമുക്കൊക്കെ ഇഷ്ടം. അയൺമാനെ പോലെ ഇത്രയേറെ മാനസിക അടുപ്പം തോന്നിയ മറ്റൊരു സൂപ്പർ ഹീറോയുമില്ല. കാരണം അയൺമാൻ എന്ന സൂപ്പർ ഹീറോ മനുഷ്യൻ്റെ പരിമിതികളില്ലാത്ത അപാരമായ ബുദ്ധിശക്തിയുടെ ആഘോഷം തന്നെയാണ്. ക്യാപ്റ്റൻ മാർവൽ എന്ന ചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും സൂപ്പർ വില്ലനായ താനോസിനെതിരെ ഏറ്റവും പവർഫുള്ളായി ആക്ട് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രമായിരിക്കും, സൂപ്പർ ഹീറോ ആയിരിക്കും ക്യാപ്റ്റൻ മാർവൽ എന്നാണ് എൻ്റെ നിരീക്ഷണം. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം കാണാൻ ആദ്യത്തെ ദിവസം രാവിലെ 6 മണിക്കുള്ള ടിക്കറ്റാണ് ഞാൻ റിസർവ് ചെയ്തിരിക്കുന്നത്. സിനിമ കണ്ട ഉടൻ തന്നെ അതിൻ്റെ റിവ്യൂവുമായിട്ട് വരാം. അപ്പോൾ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം എന്ന ചിത്രത്തിൻ്റെ പ്രീ റിവ്യൂ, ആ സിനിമയെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ
നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച ഈ വീഡിയോ അവസാനിക്കുകയാണ്. മറ്റൊരു ചിത്രത്തിൻ്റെ റിവ്യൂവുമായി മറ്റൊരു സിനിമാ വിശേഷവുമായി ഉടൻ തിരിച്ചു വരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ വീണ്ടും കാണും വരെ ബൈ.